ഓൺലൈൻ മീഡിയക്കാർ മുന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുള്ളിക്കാരിയുടെ ഈ കുനിയൽ. എന്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാണിച്ചു കൊടുക്കുക നല്ലപോലെ കാണട്ടെ. 2 വർഷമായിട്ടുള്ളൂ സ്വന്തം ഭർത്താവും മരണപ്പെടുക, അതൊരു കാർ ആക്സിഡൻറ്റിലാണ്. അപ്പോൾ ആ കിച്ചുവിന് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ട്. ഈ പുള്ളിക്കാരിക്ക് ആ ഒരു ഫീലിങ്സിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി പേക്കൂത്തും കാട്ടിയിട്ട് നടക്കത്തില്ലായിരുന്നു. അതേപോലെ കീസിയ ഒരുത്തനുണ്ടല്ലോ, അവൻ ആണ് പെണ്ണ് വേഷം കെട്ടിയിട്ട് നടക്കണം. എന്നാണണ്ടടാ നിനക്ക്. ഇപ്പം കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. എടാ പൊന്നാര ചങ്ങായി, നിനക്ക് നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? നിനക്ക് നാണോ മാനോ എന്തെങ്കിലും ഉണ്ടോ? അല്ല ഉണ്ടായിരുന്നെങ്കിൽ നീ വന്നിട്ട് ഈ കോണാധികാരം വന്നിട്ട് പറയോ? നിന്റെ ഉമ്മ 10 മാസം നൊന്ത് പ്രസവിച്ചല്ലടാ. ആ ഉമ്മ ഒരു സ്ത്രീയല്ലടാ. ആ ഉമ്മയോടൊരു അല്പെങ്കിലും ബഹുമാനോ വിലയോ നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഈ പെണ്ണുവേഷവും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുവോ? നീ സർജറിയാണ്, ഗർഭിണിയാണെന്നുള്ള രീതിയിൽ നീ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ട് ആളുകളെ മൂഞ്ചിച്ചവനല്ലടാ. നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഈ രേഷ്മേനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്? നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? നിന്നെ 4 പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിന്റെ കയ്യിൽ നല്ല ബലം ഉണ്ടല്ലോ. നീ എന്തായാലും പാറപ്പണിക്കാണോ പോയത്? കരിങ്കല് പൊക്കാനാണോ പോയത്? നിനക്ക് രേഷ്മയുടെ കുറച്ച് ടീമുകളുണ്ട്. ഈ നെഗറ്റീവ് വോളുകൾക്ക് കുറച്ച് നെഗറ്റീവ് വോളുകൾ സ്ഥിരമുണ്ട്. കൂലിക്ക് കൊടുത്ത പോലെ കുറേ അലവലാദികൾ. അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ജാസിയ നീ വന്നിട്ട് കോണാധികാരം പറയണത്? ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ബാറുകളുടെ ഉദ്ഘാടന റാണിയും ബാറുകളുടെ ഡാൻസറും ബാറുകളുടെ സിംഗറും ഓൺലൈൻ മീഡിയക്കാരുടെ കണ്ണിലുണ്ണിയും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിട്ടുള്ള രേഷ്മ പി തങ്കച്ചനാണ് സുഹൃത്തുക്കളെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 99% ആളുകളും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നമ്മുടെ കിച്ചുവിന് ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് ലൈക്ക് അടിക്കുക. കുറേ കാര്യങ്ങൾ പറയാണ്ട് സുഹൃത്തുക്കളെ, ആരും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും വീഡിയോയിലേക്ക് പോകാൻ വരൂ. അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി, എനിക്ക് ആ സപ്പോർട്ടൊക്കെ മതി. എടാ പൊന്നു മോനെ കിച്ചു, നിന്നോട് ആർക്കും ഒരു ദേഷ്യമില്ല. ഈ അമ്മമാർക്കും പെങ്ങന്മാർക്കും ചേട്ടന്മാർക്കും ഒക്കെ നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും കഴിയുന്നോറും നിന്നോടുള്ള വാത്സല്യവും സ്നേഹവും കൂടിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടല്ലേ നിൻ്റെ ആ ഒരു വീഡിയോ 30 മിനിറ്റിൻ്റെ ആ വീഡിയോ ജനങ്ങൾ ഏറ്റെടുത്തത്. 1 മില്യൻ്റെ മുകളിലേക്ക് നിൻ്റെ ആ ഒരു വീഡിയോ പോയിട്ടുണ്ടെങ്കിലേ അത് അത്രയും മാത്രം ആളുകൾ നിനക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ കണ്ടോ? അതിൽ 1, 2, 3, 4, 5 വല്ല കമൻറ്റുകളും നിനക്കെതിരെ നെഗറ്റീവായിട്ടുണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് കമൻറ്റുകളും പോസിറ്റീവായിട്ടാണ്. അതിൽ വന്നിരിക്കുന്ന ലൈക്കുകൾ കണ്ടില്ലേ? അതൊക്കെ പോരടാ പൊന്നു മോനെ. നിനക്കുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ വെറും 20% മാത്രമേ രേഷ്മ പി തങ്കച്ചനെ കുറിച്ചും മൊത്തത്തിലുള്ള ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നീ എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ചിട്ട് കയറടാ. ഒരു 20% കൂടി എടുത്തിട്ട് അങ്ങോട്ട് കാച്ച്. രേഷ്മ പി തങ്കച്ചൻ്റെ ആ ഒരു മുഖമൂടിയില്ലേ, നീ അമ്മ 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 എന്ന് വിളിക്കുന്നുണ്ട്. എന്താ കാര്യമുള്ളത്? അമ്മ എന്നുള്ള ഒരു വാത്സല്യം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു അമ്മയുടെ സ്നേഹം ആ പുള്ളിക്കാരിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? നിൻ്റെ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയൊരു തെണ്ടിത്തരം, നിന്നോട് ചെയ്ത ഒരു തെണ്ടിത്തരം എന്താണെന്നറിയോ? ഞാൻ പച്ചയ്ക്ക് പറയാം കേട്ടോ. നിൻ്റെ അച്ഛൻ ചെയ്തൊരു തെണ്ടിത്തരം, ആദ്യത്തെ ഭാര്യ പോയി 2ാമതൊരെണ്ണത്തിന് കെട്ടി, പിന്നെ 3ാമതൊരെണ്ണത്തിന് കെട്ടി. എന്തിനാണ് എൻ്റെ പൊന്നാര സൂതിച്ചാട്ടാ? നിങ്ങളുടെ ആത്മാവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, തനിക്ക് വല്ല പണി ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആ ചെക്കനെയും വളർത്തി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാന്നതിന് പകരം ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് ഇപ്പോൾ തനിക്ക് ആത്മാവിന് കൂടി സത്യം പറഞ്ഞാൽ ഇരിക്കപ്പൂർത്തി ഉണ്ടാ? നിൻ്റെ മനസ്സിലെ വിഷമം ഞങ്ങളൊക്കെ മനസ്സിലാക്കണു. നിനക്ക് ഋതപ്പനെ കാണണമെന്നുണ്ട്, ഋതപ്പനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അവനെയും കൊണ്ട് ജ്യൂസ് കടയിൽ പോയിട്ട് അവന് ഷെയ്ക്ക് മേടിച്ചു കൊടുക്കണം, മുട്ടായ മേടിച്ചു കൊടുക്കണം. നിനക്ക് നല്ലപോലെ സ്നേഹിക്കണമെന്നുണ്ട്. കാരണം നീ അത്രയും മാത്രം അവനെ ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കണം. നിങ്ങളൊരു ചോരയാണ്. രേഷ്മ പി തങ്കച്ചൻ സത്യം പറഞ്ഞാൽ മകനെ സ്നേഹിക്കുന്നതായിട്ടും കൂടുതൽ നീ ആ ഒരു കുട്ടീനെ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ പൊന്നു മോനെ, നീ കോട്ടയത്ത് പോവാതിരിക്കണതാണ് നല്ലടാ. ആ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് നിനക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിനക്ക് അടിവരായിട്ട് പറയാൻ പറ്റുമോ? നിനക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിൻ്റെ മനസ്സിൽ വിഷമങ്ങൾ മാത്രമേ ആ ഒരു കോട്ടയത്ത് പോയതിനു ശേഷം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിൻ്റെ ആ പ്രായത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ ആ നെഗറ്റീവൊക്കെ അവർക്ക് കണ്ണടച്ച് വിടാവുന്ന കേസുള്ളൂ. ഇപ്പം അത് കുത്തിപ്പൊക്കിയിട്ട് നിന്നെ നാറ്റിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ രേഷ്മയുടെ യഥാർത്ഥ മുഖംമൂടി എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ പൊന്നാര ജനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കിച്ചു എന്ന് പറയണ ആ ഒരു ചെക്കനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം കൊടുത്തിട്ടില്ലേ പുള്ളിക്കാരി? ഒരു അമ്മ എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു പരിഗണന അത് ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. അവ ഒറ്റപ്പെട്ട പോലെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കമ്പ്യൂട്ടർ മൊബൈൽ ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരമ്മയുടെ വാത്സല്യം കിട്ടണം. അച്ഛൻ മരണപ്പെട്ടു പോയി. അവൻ ആകെമൊത്തം പാനിക്കായിട്ട് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവനിങ്ങനെ പകച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മോനെ നീ വിഷമിക്കണ്ടടാ, അച്ഛനല്ലേ പോയിട്ടുള്ള, അമ്മ നിൻ്റെ കൂടെ ഉണ്ട് മോനെ, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കണം. അതാണ് ശരിക്കും പറഞ്ഞ അമ്മ. ആ ചെക്കനെ അച്ഛൻ നഷ്ടപ്പെട്ടു, അവൻ്റെ അമ്മ പോയി, 2ാമതൊരു തീനെ കെട്ടി, അതും പോയി. ഇതപ്പം 3ാമത് നീ ഇങ്ങനെയായി. മനസ്സിലാവണ്ട?
അവന് വേദന ഉണ്ടാവും. അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ആ ഋതപ്പനെയും കൂട്ടിയിട്ട് കിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുക, അവരുടെ ഫാമിലി വ്ളോഗൊക്കെ ഒന്ന് ചെയ്യുക, അങ്ങനെ സന്തോഷമായിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുക. നിൻ്റെ മുഖത്ത് കപടം നിറഞ്ഞിട്ടുള്ള മുഖമാണ് രേഷ്മ, നിൻ്റെ കപടം നിറഞ്ഞ മുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി മുകളിലുണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ കിച്ചുമോൻ കാറിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് പൊള്ളിയിലോ? അല്ലെങ്കിൽ നീ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ നീ? അപ്പം തന്നെ ചാടിയിട്ട് പൂങ്കണ്ണീര് ഒലിപ്പിച്ചിട്ട് വീഡിയോ ഇട്ടില്ല. നിൻ്റെ കണ്ണുനീരിന് എന്ത് വിലയാടി പൊന്നാര മോളെ ഉള്ളത്? ഒരു തുള്ളി നിൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വീണോ? വീണില്ല. ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. എന്നിട്ട് പുള്ളിക്കാരൻ അപ്പം തന്നെ എക്സ്ക്ലൂസീവ് വീഡിയോ ഇടാൻ തുടങ്ങി. കാശ് കിട്ടണുണ്ടല്ലോ, അത് മുടങ്ങാൻ പാടില്ലല്ലോ അല്ലേ? ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി പറയണത്. ഇപ്പോൾ അവന് ചെറിയൊരു പേടി തട്ടിയിട്ടുണ്ട്. കാരണം രേഷ്മ പി തങ്കച്ചന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ കുറേ ടീമുകളുണ്ട്. അതിന് ബിഗ് ബോസിൽ ഇത്രയും മാത്രം പി ആറുകൾ ഉണ്ടാവില്ലുണ്ട്. അത്രയ്ക്കും മാത്രം പി ആറുകളാണ് രേഷ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇനി കാശ് കൊടുക്കണം പി ആറാണോ? കാശ് കൊടുക്കണം പി ആർ ആവാനാണ് സാധ്യത കൂടുതൽ. അല്ലാണ്ട് ഈ രേഷ്മനെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനും മാത്രം മണ്ടന്മാരും മണ്ടികളും ഈ ലോകത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സുഹൃത്തുക്കൾ. എന്തായാലും ഞാനൊന്നും മണ്ടനല്ല. അതുകൊണ്ട് ഞാൻ രേഷ്മനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യത്തൂല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല സുഹൃത്തുക്കളെ. ആ കിച്ചുവിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കിച്ചുമോനെ നീ ഈ വീഡിയോ കാണണമെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നീ ധൈര്യമായിട്ട് നിൽക്കുക. നീ ഇനി പേടിച്ച് പിന്നോക്കം പോയി നീ രേഷ്മയുടെ പിന്നാലെ കൂടാൻ പോവുകയാണെങ്കിൽ നിനക്ക് ഉള്ള സപ്പോർട്ടും പോകും. ഞാൻ നിന്നൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ പല വീഡിയോയിലും ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നിലൊരു നന്മയുണ്ട്. നീ ഈ പെണ്ണുമ്പിള്ളയുടെ പിന്നാലെയൊക്കെ പോയി നിൻ്റെ ഭാവി ഇല്ലാതാക്കരുത്. നിൻ്റെ അമ്മ എങ്ങനെ വെച്ചാൽ നടക്കട്ടെ, അതായത് ഈ രേഷ്മ പി തങ്കച്ചേട്ടൻ എങ്ങനെ വെച്ചാൽ നടക്കട്ടെ. നീ അതൊന്നും മെയിൻ ചെയ്യണ്ട. ഇത്ര ജനങ്ങളാടാ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാനും അറിയില്ല കേട്ടോ സുഹൃത്തുക്കളെ. എൻ്റെ റിയാക്ഷൻ ഇങ്ങനെയാണ്. എനിക്ക് വലിയ രീതിയിൽ സുഖിപ്പിച്ച് പറയണമെന്നും അറിയുന്നില്ല. ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയും. ഞാൻ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക? ഇത് കട്ടിങ്ങും ഷേവിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് 98% ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പറ്റി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ.